ശാന്തി 20-10-20. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സ്പിരിച്വൽ ആത്മീയ ഇൻകോഗ്നിറ്റോ സാൽവേഷൻ ആർമിയാണ്. അതായത് ആത്മീയ ഗുപ്ത രക്ഷാസൈന്യം. നിങ്ങൾ മുഴുവൻ ലോകത്തെയും സാൽവേജ് ചെയ്യണം, അതായത് രക്ഷിക്കണം. മുങ്ങിപ്പോയ തോണിയെ മറുതീരത്ത് എത്തിക്കണം. ചോദ്യം: സംഗമത്തിൽ ബാബ ഏതൊരു യൂണിവേഴ്സിറ്റി തുറക്കുന്നു, അത് മുഴുവൻ കൽപ്പത്തിലും ഉണ്ടായിരിക്കുന്നില്ല? ഉത്തരം: രാജപദം പ്രാപ്തമാക്കുന്നതിനുള്ള പഠനത്തിൻ്റെ ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി അഥവാ കോളേജ് സംഗമത്തിൽ ബാബ തന്നെയാണ് തുറക്കുന്നത്. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി മുഴുവൻ കൽപ്പത്തിലും ഉണ്ടായിരിക്കുന്നില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠനം പഠിച്ച് നിങ്ങൾ ഡബിൾ കിരീടധാരിയായ രാജാക്കന്മാരുടെയും രാജാവാകുന്നു. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികളോട് ആദ്യം ബാബ ചോദിക്കുന്നു, ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? കാരണം ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി കാര്യങ്ങളോ ബന്ധുമിത്രാദികളോ മറ്റോ ഇല്ല. നമ്മൾ പരിധിയില്ലാത്ത ബാബയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്. ആരാണ് പറയുന്നത്? ആത്മാവ് ശരീരത്തിലൂടെ സംസാരിക്കുന്നു. പാരലൗകിക ബാബ ഈ ശരീരത്തിൻ്റെ ആധാരം എടുത്തിരിക്കുന്നു. ഇദ്ദേഹത്തിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. പരിധിയില്ലാത്ത ബാബ വന്ന് പഠിപ്പിക്കുന്നത് ഒരിക്കൽ മാത്രമാണ് ഉണ്ടാകുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ തോണി അക്കരെ എത്തും. ഓരോരുത്തരുടെയും തോണി മുങ്ങിയിരിക്കുകയാണ്. ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും തോണി മറുതീരത്താകും. പാടുന്നുവല്ലോ, ഹേ തോണിക്കാരാ, എൻ്റെ തോണി മറുതീരത്ത് എത്തിക്കൂ എന്ന്. വാസ്തവത്തിൽ ഓരോരുത്തർക്കും സ്വന്തം പുരുഷാർത്ഥത്തിലൂടെ അക്കരെ പോകണം. ഏതുപോലെ നീന്തൽ പഠിപ്പിക്കുന്നു, പിന്നീട് പഠിച്ചു കഴിയുമ്പോൾ സ്വയം നീന്തുന്നുവല്ലോ, അതുപോലെ അതെല്ലാം ശാരീരിക കാര്യങ്ങളാണ്. ഇതാണ് ആത്മീയ കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, ആത്മാവ് ഇപ്പോൾ മാലിന്യങ്ങളുടെ ചതുപ്പിൽ കുടുങ്ങിപ്പോയി. ഇതിനെക്കുറിച്ച് മാനിൻ്റെയും ഉദാഹരണം നൽകുന്നു. ജലമുണ്ടെന്ന് വിചാരിച്ചു പോകുന്നു, പക്ഷെ ഉള്ളത് മാലിന്യമാണ്. അപ്പോൾ അതിൽ കുടുങ്ങിപ്പോകുന്നു. ചിലപ്പോഴൊക്കെ സ്റ്റീമേഴ്സും വാഹനങ്ങളും മറ്റും ചെളിയിൽ കുടുങ്ങിപ്പോകുന്നു. പിന്നെ അതിനെ രക്ഷിക്കുന്നു. അവർ സാൽവേഷൻ ആർമിയാണ്. നിങ്ങളാണ് ആത്മീയം ആയത്. നിങ്ങൾക്കറിയാം, എല്ലാവരും മായയുടെ ചതുപ്പിൽ വളരെയധികം കുടുങ്ങിപ്പോയി. ഇതിനെ മായയുടെ ചതുപ്പ് എന്ന് പറയുന്നു. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ പുറത്തു വരാൻ സാധിക്കും എന്ന്. അവർ സാൽവേജ് ചെയ്യുന്നു. അതിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം ആവശ്യമാണ്. ഇവിടെയാണെങ്കിൽ പിന്നെ ആത്മാവാണ് പോയി ചതുപ്പിൽ കുടുങ്ങിയിരിക്കുന്നത്. ബാബ വഴി പറഞ്ഞു തരുന്നു, ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ പുറത്തു വരാൻ സാധിക്കും എന്ന്. പിന്നെ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. സ്വയം തനിക്കും മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ തോണി ഈ വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് എങ്ങനെ പോകും എന്ന്. സത്യയുഗത്തെ പറയുന്നത് ക്ഷീരസാഗരം, അതായത് സുഖത്തിൻ്റെ സാഗരം എന്നാണ്. ഇതാണ് ദുഃഖത്തിൻ്റെ സാഗരം. രാവണൻ ദുഃഖത്തിൻ്റെ സാഗരത്തിൽ മുക്കി താഴ്ത്തുന്നു. ബാബ വന്ന് സുഖത്തിൻ്റെ സാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളെ ആത്മീയ സാൽവേഷൻ ആർമി എന്ന് പറയുന്നു.
നിങ്ങൾ ശ്രീമത്തനുസരിച്ച് എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. ഓരോരുത്തർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. 2 പിതാവുണ്ട്, ഒന്ന് പരിധിയുള്ളത്, രണ്ടാമത്തേത് പരിധിയില്ലാത്തത്. ലൗകിക പിതാവ് ഉണ്ടായിരിക്കുമ്പോഴും എല്ലാവരും പാരലൗകിക പിതാവിനെ ഓർമ്മിക്കുന്നു. പക്ഷേ ആ ഒന്നിനെ തികച്ചും അറിയുന്നില്ല. ബാബ ഗ്ലാനി ചെയ്യുകയല്ല, എന്നാൽ ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കിച്ചു തരികയാണ്. ഇതും മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അതായത് ഈ സമയം എല്ലാ മനുഷ്യരും 5 വികാരങ്ങളാകുന്ന ചതുപ്പിൽ കുടുങ്ങിയിരിക്കുന്നു. ആസുരീയ സമ്പ്രദായമാണ് എന്ന്. ദൈവിക സമ്പ്രദായത്തിലുള്ളവരെ ആസുരീയ സമ്പ്രദായത്തിലുള്ളവർ പോയി നമിക്കുന്നു. കാരണം അവർ സമ്പൂർണ്ണ നിർവികാരിയാണ്. സന്യാസിമാരെ നമിക്കുന്നു. അവരും വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു, പവിത്രമായിരിക്കുന്നു. ഈ സന്യാസിമാരും ദേവതമാരും തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. ദേവതമാരുടേതാണെങ്കിൽ ജന്മവും യോഗബലത്തിലൂടെ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളെ ആരും അറിയുന്നില്ല. എല്ലാവരും പറയുന്നു ഈശ്വരന്റെ ഗതിയും മതവും വേറിട്ടതാണ്. ഈശ്വരന്റെ അങ്ങേയറ്റം വരെയും കണ്ടെത്തുവാൻ സാധിക്കില്ല എന്ന്. കേവലം ഈശ്വരനെന്നും ഭഗവാൻ എന്നും പറയുന്നതിലൂടെ ഇത്രയും സ്നേഹം വരുന്നില്ല. ഏറ്റവും നല്ല അക്ഷരമാണ് പിതാവ്. മനുഷ്യർ പരിധിയില്ലാത്ത പിതാവിനെ അറിയുന്നില്ല. അപ്പോൾ ഓർഫൻ, അതായത് അനാഥനെ പോലെയായി. മാഗസീനിലും ഇറക്കണം, മനുഷ്യർ എന്ത് പറയുന്നു, ഭഗവാൻ എന്ത് പറയുന്നു എന്ന്. ബാബ ആരെയും അധിക്ഷേപിക്കുന്നില്ല, കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നതാണ്. കാരണം ബാബ എല്ലാവരെയും അറിയുന്നുവല്ലോ. മനസ്സിലാക്കിച്ചു തരുന്നതിനായി പറയുന്നു, ഇവരിൽ ആസുരിയ ഗുണമുണ്ട്, പരസ്പരം അടി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ അടികൂടേണ്ട ആവശ്യമില്ല. അവരാണ് കൗരവർ, അതായത് ആസുരീയ സമ്പ്രദായം. ഇതാണ് ദൈവിക സമ്പ്രദായം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മനുഷ്യരെ മുക്തിക്കും ജീവൻ മുക്തിക്കും വേണ്ടി രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഈ സമയം ബാബ തന്നെയാണ് ആത്മാക്കളായ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹാഭിമാനത്തിലും ദേഹി അഭിമാനത്തിലും നോക്കൂ എത്ര വ്യത്യാസമാണുള്ളത്. ദേഹാഭിമാനത്തിലൂടെ നിങ്ങൾ വീണുകൊണ്ടേയിരുന്നു. ബാബ ഒരേ ഒരു തവണ വന്ന് നിങ്ങളെ ദേഹി അഭിമാനിയാക്കി മാറ്റുന്നു. നിങ്ങൾ സത്യുഗത്തിൽ ദേഹത്തിൻ്റെ സംബന്ധം വെക്കില്ല എന്നല്ല. അവിടെ ഞാൻ ആത്മാവ് പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ് എന്ന ജ്ഞാനം ഉണ്ടായിരിക്കുന്നില്ല. ഈ ജ്ഞാനം ഇപ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് പ്രായലോപമാകുന്നു. നിങ്ങൾ തന്നെയാണ് ശ്രീമത്ത് അനുസരിച്ച് നടന്ന് പ്രാപ്തി നേടുന്നത്. ബാബ വരുന്നത് തന്നെ രാജയോഗം പഠിപ്പിക്കുവാനാണ്. ഇങ്ങനെയുള്ള മറ്റൊരു പഠനവും ഉണ്ടായിരിക്കുന്നില്ല. ഡബിൾ കിരീടധാരികളായ രാജാക്കന്മാർ സത്യയുഗത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ സിംഗിൾ കിരീടം ഉള്ളവരുടെ രാജധാനിയുമുണ്ട്. ഇപ്പോൾ ആ രാജധാനി അവശേഷിക്കുന്നില്ല. പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യമാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ രാജപദത്തിന് വേണ്ടി പഠിക്കുന്നു. ഇതിനെ ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നു. നിങ്ങളുടെ നാമവും എഴുതിയിട്ടുണ്ട്. അവർ ഗീതാ പാഠശാല എന്ന് പേര് വയ്ക്കുന്നു. പഠിപ്പിക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ വാച എന്ന് പറയും. ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ പഠിപ്പിക്കുവാൻ സാധിക്കില്ല. കൃഷ്ണൻ സ്വയം പാഠശാലയിൽ പഠിക്കുവാനായി പോകുന്നു. പ്രിൻസസ് എങ്ങനെയാണോ സ്കൂളിൽ പോകുന്നത്, അവിടെയുള്ള ഭാഷ തന്നെ മറ്റൊന്നാണ്. സംസ്കൃതത്തിലാണ് ഗീത പാടിയിരിക്കുന്നത് എന്നും അല്ല. ഇവിടെയാണെങ്കിൽ അനേകം ഭാഷകളുണ്ട്. രാജാവ് എങ്ങനെയുള്ളതായിരിക്കുമോ അവർ സ്വന്തം ഭാഷ ഉപയോഗിക്കുന്നു. സംസ്കൃത ഭാഷ ഏതെങ്കിലും രാജാക്കന്മാരുടേതല്ല,
ബാബ സംസ്കൃതമൊന്നും പഠിപ്പിക്കുന്നില്ല. ബാബയാണെങ്കിൽ രാജയോഗമാണ് പഠിപ്പിക്കുന്നത്, സത്യയുഗത്തിനു വേണ്ടി. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്, ഇതിൻ്റെ മേൽ ജയം നേടൂ, പ്രതിജ്ഞ ചെയ്യിക്കുന്നു. ഇവിടെ ആരെല്ലാം വരുന്നുവോ അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. കാമത്തിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും. ഇതാണ് മുഖ്യ വികാരം. ഈ ഹിംസ ദ്വാപരം മുതൽ തുടർന്നു വരുന്നു. അതിലൂടെ വാമമാർഗം ആരംഭിച്ചു. ദേവതമാർ എങ്ങനെയാണ് വാമമാർഗത്തിലേക്ക് പോകുന്നത്? അതിൻ്റെയും ക്ഷേത്രമുണ്ട്. അവിടെ വളരെ മോശമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. വാമമാർഗത്തിൽ എപ്പോൾ പോയി എന്നതിൻ്റെ തിഥിയും തീയതിയും ഒന്നുമില്ല. സിദ്ധമാകുന്നത് കാമചിതയിൽ ഇരിക്കുന്നതിലൂടെ കറുത്തു പോകുന്നു. എന്നാൽ നാമരൂപങ്ങൾ മാറുന്നുവല്ലോ. കാമചിതയിൽ കയറുന്നതിലൂടെ അയണേജ് ആകുന്നു. ഇപ്പോഴാണെങ്കിൽ 5 തത്വങ്ങളും തമോ പ്രധാനമാണല്ലോ. അതിനാൽ ശരീരവും ഇങ്ങനെ തമോ പ്രധാനമായത് ഉണ്ടാകുന്നു. ജനിക്കുമ്പോൾ തന്നെ ചിലർ ഒരു രീതിയിലും മറ്റു ചിലർ മറ്റൊരു രീതിയിലുമായിരിക്കും. അവിടെയാണെങ്കിൽ പൂർണ്ണമായും സുന്ദരമായ ശരീരമായിരിക്കും. ഇപ്പോൾ തമോ പ്രധാനമായത് കാരണം ശരീരവും ഇങ്ങനെയാണ്. മനുഷ്യർ ഈശ്വരൻ, പ്രഭു തുടങ്ങി പല പല നാമങ്ങളിലൂടെ ഓർമ്മിക്കുന്നു. പക്ഷേ ആ പാവങ്ങൾക്ക് അറിയുകയേയില്ല. ആത്മാവ് തൻ്റെ അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്, ഹേ ബാബ വന്ന് ശാന്തി നൽകൂ എന്ന്. ഇവിടെയാണെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പാട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശാന്തി എങ്ങനെ ലഭിക്കും? വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. എപ്പോഴാണോ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നത് അപ്പോൾ. എന്നാൽ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മനുഷ്യർ പാവങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? എപ്പോഴാണോ ഇവരുടെ, അതായത് ദേവതമാരുടെ രാജ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു രാജ്യം ഒരു ധർമ്മമായിരുന്നു. മറ്റൊരു ഖണ്ഡത്തിലും ഒരു ധർമ്മം ഒരു രാജ്യം ഉണ്ടാകണം എന്ന് പറയുന്നില്ല. ഇവിടെ ഒരു രാജ്യം ഉണ്ടാകണം എന്ന് ആത്മാവ് യാചിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് അറിയുന്നു, ഇപ്പോൾ നമ്മൾ ഒരു രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരിക്കും. ബാബ നമുക്ക് സർവ്വതും നൽകുന്നു. ആർക്കും നമ്മളിൽ നിന്നും രാജ്യം തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. നമ്മൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. വിശ്വം എന്നതിൽ സൂക്ഷ്മവദനവും മൂലവദനവും വരുന്നില്ല. ഈ സൃഷ്ടിയുടെ ചക്രം ഇവിടെ തന്നെയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ രചയിതാവായ ബാബ തന്നെയാണ് അറിയുന്നത്. രചനയെ രചിക്കുന്നു എന്നല്ല, ബാബ വരുന്നത് തന്നെ സംഗമത്തിൽ പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകമാക്കി മാറ്റുവാനാണ്. ദൂരദേശത്ത് നിന്നും ബാബ വന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, പുതിയ ലോകം നമുക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ബാബ നമ്മൾ ആത്മാക്കളെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം പിന്നെ ശരീരങ്ങളുടെയും അലങ്കാരമുണ്ടാകും. ആത്മാവ് പവിത്രമാകുന്നതിലൂടെ പിന്നെ ശരീരവും സതോ പ്രധാനമായതിൽ ലഭിക്കും. സതോ പ്രധാന തത്വങ്ങൾ കൊണ്ട് ശരീരം തയ്യാറാകും. ഇവരുടേത് സതോ പ്രധാന ശരീരമാണല്ലോ. അതിനാൽ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കുന്നു. റിലിജ്യൻ ഇസ് മൈറ്റ് എന്ന് പാടപ്പെടുന്നുണ്ട്. ഇപ്പോൾ മൈറ്റ് എവിടെ നിന്നുമാണ് ലഭിക്കുന്നത്? ഒരേ ഒരു ദേവീ ദേവതമാരുടെ റിലീജിയനിൽ നിന്നാണ് മൈറ്റ് ലഭിക്കുന്നത്. ഈ ദേവതമാർ തന്നെയാണ് മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നത്. മറ്റാരും വിശ്വത്തിൻ്റെ അധികാരിയാകുന്നില്ല. നിങ്ങൾക്ക് എത്ര മൈറ്റ് ലഭിക്കുന്നു? ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ശിവബാബ ബ്രഹ്മാവിലൂടെ ചെയ്യുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ ലോകത്തിൽ ആരും അറിയുന്നില്ല. ബാബ പറയുന്നു, ഞാൻ ബ്രാഹ്മണ കുലം സ്ഥാപിക്കുന്നു. പിന്നെ അവരെ സൂര്യവംശി ഡിനാസ്റ്റിയിലേക്ക് കൊണ്ടുവരുന്നു.
ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവർ പാസ്സായി സൂര്യവംശത്തിലേക്ക് വരുന്നു. മുഴുവനും ജ്ഞാനത്തിന്റെ കാര്യമാണ്. അവർ പിന്നെ സ്ഥൂല ബാണവും ആയുധവും മറ്റും കാണിച്ചിരിക്കുന്നു. അമ്പെയ്യുവാനും പഠിപ്പിക്കുന്നു. കൊച്ചുകുട്ടികളെ പോലും തോക്കുപയോഗിക്കുവാൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടേത് പിന്നെ യോഗ ബാണമാണ്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കുമെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഹിംസയുടെ ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പഠനവും ഗുപ്തമാണ്. നിങ്ങൾ സ്പിരിച്വൽ ആത്മീയ സൽവേഷൻ ആർമിയാണ്. ആത്മീയ ആർമി എങ്ങനെയായിരിക്കും എന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ ഇൻകോഗ്നിറ്റോ സ്പിരിച്വൽ ആത്മീയ സൽവേഷൻ ആർമിയാണ്. മുഴുവൻ ലോകത്തെയും നിങ്ങൾ സാൽവേജ് ചെയ്യുന്നു. സർവരുടെയും തോണി മുങ്ങിപ്പോയിരിക്കുന്നു. ബാക്കി സ്വർണത്തിന്റെ ദ്വാരക താണുപോയി എന്നും അത് പുറത്തേക്ക് വരും എന്നുമല്ല. അങ്ങനെയല്ല. സ്വർണത്തിന്റെ ലങ്ക അങ്ങനെയൊന്നില്ല. ദ്വാരകയിലും ഇവരുടെ രാജ്യമായിരുന്നു, എന്നാൽ സത്യയുഗത്തിലായിരുന്നു. സത്യയുഗി രാജാക്കന്മാരുടെ ഡ്രസ്സ് തന്നെ വേറെയാണ്, ത്രേതയുടേത് വേറെയാണ്. ഭിന്ന ഭിന്ന ഡ്രസ്സും ഭിന്ന ഭിന്ന ആചാര രീതികളും ഉണ്ടായിരിക്കുന്നു. ഓരോ രാജാവിൻ്റെയും ആചാര രീതികളും അവരവരുടേതാണ്. സത്യയുഗം എന്ന പേര് പറയുമ്പോൾ തന്നെ മനസ്സ് സന്തോഷിക്കുന്നു. പറയുന്നത് തന്നെ സ്വർഗം, പാരഡൈസ് എന്നാണ്. പക്ഷേ മനുഷ്യർ ഒന്നും അറിയുന്നില്ല. മുഖ്യമായത് ഈ ദിൽവാല ക്ഷേത്രമാണ്. കൃത്യമായ നിങ്ങളുടെ സ്മാരകമാണ്. മോഡൽസ് എപ്പോഴും ചെറുതായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. ഇത് തികച്ചും ആക്യുറേറ്റ് ആയ മോഡൽസ് ആണ്. ശിവബാബയുമുണ്ട്, ആദി ദേവനുമുണ്ട്. മുകളിൽ വൈകുണ്ഠം കാണിച്ചിരിക്കുന്നു. ശിവബാബ ഉണ്ടായിരിക്കുമെങ്കിൽ തീർച്ചയായും രഥവും ഉണ്ടാകും. ആദിദേവൻ ഇരിക്കുകയാണ്. ഇതും ആർക്കും അറിയില്ല. ഇത് ശിവബാബയുടെ രഥമാണ്. മഹാവീരൻ തന്നെയാണ് രാജപദം പ്രാപ്തമാക്കുന്നത്. ആത്മാവിൽ ശക്തി എങ്ങനെ വരുന്നു? ഇതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഓരോ നിമിഷവും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നമ്മൾ ആത്മാക്കൾ സദോപ്രധാനമായിരുന്നു, അപ്പോൾ പവിത്രമായിരുന്നു. ശാന്തിധാമത്തിലും സുഖധാമത്തിലും തീർച്ചയായും പവിത്രം തന്നെയായിരിക്കും. ഇപ്പോൾ ബുദ്ധിയിൽ വരുന്നു, എത്ര സഹജമായ കാര്യമാണ്. ഭാരതം സത്യയുഗത്തിൽ പവിത്രമായിരുന്നു. അവിടെ അപവിത്ര ആത്മാവിന് ഇരിക്കുവാൻ സാധിക്കില്ല. ഇത്രയും പതീത ആത്മാക്കളെല്ലാം മുകളിലേക്ക് എങ്ങനെ പോകും? തീർച്ചയായും പവിത്രമായി തന്നെ പോകും. തീ പിടിക്കുന്നു, പിന്നെ എല്ലാ ആത്മാക്കളും മടങ്ങിപ്പോകും. ബാക്കി ശരീരം അവശേഷിക്കുന്നു. ഈ എല്ലാ അടയാളങ്ങളുമുണ്ട്. ഹോളികയുടെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. മുഴുവൻ ലോകവും ഇതിൽ സ്വാഹയാകണം. ഇത് ജ്ഞാനയജ്ഞമാണ്. ജ്ഞാനം എന്ന വാക്ക് മാറ്റി ബാക്കി രുദ്രയജ്ഞം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇതാണ് രുദ്രജ്ഞാനയജ്ഞം. ഇത് ബ്രാഹ്മണരിലൂടെയാണ് രചിക്കുന്നത്. സത്യം സത്യമായ ബ്രാഹ്മണർ നിങ്ങളാണ്. എല്ലാവരും പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികളാണല്ലോ. ബ്രഹ്മാവിലൂടെ തന്നെയാണ് മനുഷ്യ സൃഷ്ടി രചിക്കുന്നത്. ബ്രഹ്മാവിനെ തന്നെയാണ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വംശവൃക്ഷം ഉണ്ടായിരിക്കുന്നുവല്ലോ. പ്രത്യേകം പ്രത്യേകം വംശാവലിയുടെ വംശവൃക്ഷം വയ്ക്കുന്നത് പോലെ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. മൂലവതനത്തിൽ ആത്മാക്കളുടെ നിയമാനുസൃതമുള്ള വംശവൃക്ഷം ഉണ്ട്. ശിവബാബ, പിന്നെ ബ്രഹ്മ വിഷ്ണു ശങ്കർ, പിന്നെ ലക്ഷ്മി നാരായണനും മറ്റും. ഇതെല്ലാം മനുഷ്യരുടെ വംശവൃക്ഷമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മീയ സാൽവേഷൻ ആർമിയായി
സ്വയം തനിക്കും സർവർക്കും സത്യമായ വഴി പറഞ്ഞു കൊടുക്കണം. മുഴുവൻ ലോകത്തെയും വിഷയസാഗരത്തിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി ബാബയുടെ പരിപൂർണ സഹായിയാകണം. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും പവിത്രമായി ആത്മാവിനെ അലങ്കരിക്കണം, ശരീരങ്ങളെ അല്ല. ആത്മാവ് പവിത്രമാകുന്നതിലൂടെ ശരീരത്തിന്റെ അലങ്കാരം സ്വതവേ ഉണ്ടാകും. വരദാനം: മനസ്സിനെയും ബുദ്ധിയെയും മന്മത്തിൽ നിന്നും ഫ്രീ ആക്കി സൂക്ഷ്മവദനത്തിന്റെ അനുഭവം ചെയ്യുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. കേവലം സങ്കല്പശക്തിയെ, അതായത് മനസ്സിനെയും ബുദ്ധിയെയും സദാ മന്മത്തിൽ നിന്നും കാലിയാക്കി വയ്ക്കൂ. എങ്കിൽ ഇവിടെ ഇരിക്കുമ്പോഴും വദനത്തിന്റെ എല്ലാ സീനറികളും ഈ വിധം സ്പഷ്ടമായി അനുഭവിക്കും. ലോകത്തിലെ ഏതൊരു സീനും സ്പഷ്ടമായി കാണപ്പെടുന്നത് പോലെ. ഈ അനുഭൂതിക്കായി യാതൊരു ഭാരവും തൻ്റെ മേൽ വയ്ക്കരുത്. എല്ലാ ഭാരവും ബാബയ്ക്ക് നൽകി ഡബിൾ ലൈറ്റ് ആകൂ. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സദാ ശുദ്ധ സങ്കല്പത്തിന്റെ ഭോജനം കഴിക്കൂ. ഒരിക്കലും വ്യർത്ഥ സങ്കല്പത്തിന്റെയും വികല്പത്തിന്റെയും അശുദ്ധ ഭോജനം കഴിക്കാതിരിക്കൂ. എങ്കിൽ ഭാരത്തിൽ നിന്നും ഭാരരഹിതമായി ഉയർന്ന സ്ഥിതിയുടെ അനുഭവം ചെയ്യുവാൻ സാധിക്കും. സ്ലോഗൻ: വ്യർത്ഥത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടൂ. ശുഭഭാവനയുടെ സ്റ്റോക്ക് ഫുള്ളാക്കൂ. ദേഹമാകുന്ന രഥത്തിലെ സാരഥി ആയ ഞാൻ ശക്തി സ്വരൂപ ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ 4 ഭാഗത്തും പ്രസരിക്കുകയാണ്. ഒരു പ്രകാശ ബിന്ദുവായ ഞാൻ ബാബയുടെ സമീപത്ത് ഒരു സെക്കൻഡിൽ എത്തിച്ചേരുന്നു. ശിവബാബയുടെ സമീപത്തിരിക്കുമ്പോൾ ഈ ശ്രേഷ്ഠ സംഘത്തിൻ്റെ നിറം എന്നിൽ പതിയുന്നു. കൽപ്പം തോറും ഉയർന്നതിലും ഉയർന്ന ബാബയുടേതായി മാറുന്നു എന്ന നിശ്ചയം എന്നിൽ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ലഹരിയും സന്തോഷവും നിറയ്ക്കുന്നു. എൻ്റെ ബുദ്ധിയോഗം ബാബയിൽ സ്ഥിരമാകുമ്പോൾ എൻ്റെ ബുദ്ധിയുടെ സ്പഷ്ടത വർദ്ധിക്കുന്നു. ഒന്നിൻ്റെ മാത്രം സ്മൃതിയിൽ ഏകാഗ്രമാകുമ്പോൾ ഈ ശക്തിശാലി ബുദ്ധിയോഗത്തിലൂടെ പ്രജ്വലിതമാകുന്ന യോഗാഗ്നി എൻ്റെ പൂർവ പാപങ്ങളെ ഭസ്മമാക്കും. ആത്മാവിൽ പവിത്രതയുടെ സുഗന്ധം നിറയുന്നു. ഈ പരമമായ പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ വിശ്വപരിവർത്തനത്തിനുള്ള ശുഭസങ്കല്പം എന്നിൽ ഉണർന്നു വരുന്നു. കലിയുഗി ലോകം സ്വർണിമ ലോകമായി പരിവർത്തനപ്പെടട്ടെ എന്ന ശുഭസങ്കല്പത്തോടെ ഞാൻ പരമ പവിത്രതയുടെ
ദിവ്യ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുകയാണ്.